I'm Dr. Manoj Johnson, lifestyle physician, John Marin Hospital, പാല. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഭൂരിഭാഗം ആൾക്കാരും സ്വയമേ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്യുന്നവരാണ്. ആ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ അയ്യോ കൂടി കുറഞ്ഞു എന്നുള്ള രീതിയിലുള്ള പേടിയും കൺഫ്യൂഷൻസും ഒക്കെ വരാറുണ്ട്. എന്നുവെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചെക്ക് ചെയ്യുന്ന ഏതാണ്, ഷുഗർ ചെക്ക് ചെയ്യാറുണ്ട്, കൊളസ്ട്രോൾ ചെക്ക് ചെയ്യാറുണ്ട്. ഇതൊക്കെ വളരെ കോമൺ ആയിട്ട് ചെക്ക് ചെയ്യുന്നതാണ്. എന്നാലും ചില ആൾക്കാർ ഇനിയിപ്പം കൊളസ്ട്രോളിൻ്റെ രീതിയിൽ കുറച്ചുകൂടി ഡീറ്റെയിൽഡായിട്ട് നമ്മുടെ ലിപ്പിഡ് പ്രൊഫൈൽ, അതായത് നമ്മുടെ ടോട്ടൽ കൊളസ്ട്രോൾ, ട്രൈഗ്ലിസറൈഡ്, LDL അങ്ങനത്തെ ആ റേഷ്യോസ് ഇതെല്ലാം വെച്ചിട്ടുള്ള ടെസ്റ്റ് ചെയ്യാറുണ്ട്. ചിലർ കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യാറുണ്ട്. ഈ പറയുന്ന യൂരിക് ആസിഡ്, ക്രിയാറ്റിൻ ലെവലൊക്കെ നോക്കിയിട്ടുള്ളത് ടെസ്റ്റുകളൊക്കെ ചെയ്യാറുണ്ട്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ കോമൺ ആയിട്ടുള്ള ടെസ്റ്റാണ്. ഇത് നമ്മളെല്ലാവരും പൊതുവേ ചെയ്യാറുള്ള ടെസ്റ്റാണ്. ഞാൻ ഇതൊരു എന്താ പറയുക, ജൂലൈ ഓഗസ്റ്റ് സമയം എന്ന് പറയുന്നത് വളരെ പുറത്തുനിന്നുള്ള ആളുകൾ ഒത്തിരി നാട്ടിലേക്ക് വരുന്നൊരു സമയമാണ്. അപ്പം പുറത്ത് എപ്പോഴും ഈ പറഞ്ഞ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആയതുകൊണ്ട് അവർ പൊതുവെ എന്ത് ചെയ്യും, നാട്ടിൽ വരുമ്പം ഒരു പാക്കേജ് അങ്ങ് ചെയ്യും. 3000 രൂപയുടെ പാക്കേജ്, 5000 രൂപയുടെ പാക്കേജ്. അതിനകത്ത് ചിലപ്പോൾ 50 ടെസ്റ്റ്, 100 ടെസ്റ്റ്, അതേപോലെ ഇന്ന 10 ടെസ്റ്റുകൾക്ക് 3000 പക്ഷേ ഇത് 1000 രൂപയുള്ളൂ എന്ന രീതിയിൽ ടെസ്റ്റുകൾ, പാക്കേജുകൾ ചെയ്തു. എന്നിട്ട് നോക്കിയിട്ട് കുഴപ്പമില്ലല്ലോ, കൊളസ്ട്രോൾ ഓക്കെ ആണല്ലോ, ഷുഗർ ഓക്കെ ആണല്ലോ, ഇതൊക്കെയാണല്ലോ എന്ന് നമ്മൾ ഓർത്ത് സമാധാനിക്കുന്ന രീതികളുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത് ടോട്ടലി വേസ്റ്റാണ്. കാരണം വളരെ സിമ്പിളാണ്. നമുക്കിപ്പോൾ എത്ര 50 ടെസ്റ്റ് ചെയ്താലെന്താ, 100 ടെസ്റ്റ് ചെയ്തെന്നില്ല, നമ്മുടെ പ്രശ്നത്തിനനുസരിച്ചുള്ള കാര്യങ്ങളുണ്ടോ ഇല്ലയോ എന്നാണ്. പലരും ശ്രദ്ധിച്ചിട്ടില്ലേ? അതായത് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴെല്ലാം നോർമലായിരിക്കും, പക്ഷേ അവർക്ക് മുടി കൊഴിച്ചിലും ക്ഷീണവും വേദനകളും ഗ്യാസിൻ്റെ പ്രശ്നങ്ങളും സ്കിൻ ബുദ്ധിമുട്ടും എല്ലാ ബുദ്ധിമുട്ടുകളും കാണിക്കും. ബ്ലഡ് ടെസ്റ്റിൽ കുഴപ്പമില്ലെന്നായിരിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത് എന്ത് ടെസ്റ്റ് ചെയ്യണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ബ്ലഡ് ടെസ്റ്റിൽ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അതായത് നമ്മളിപ്പം ചിലർ പറയാറില്ല, ക്രിയാറ്റിൻ നോക്കും. കിഡ്നി ബുദ്ധിമുട്ട് സാധ്യതയുണ്ടോ, കൂടിയിട്ടുണ്ടോ, കുറഞ്ഞിട്ടുണ്ടോ എന്നറിയാൻ. അപ്പം നമ്മളിപ്പോൾ നോക്കുകയാണ്, ക്രിയാറ്റിൻ ലെവലിൽ 1.5 ആണ് കാണിച്ചത് എനിക്ക് കഴിഞ്ഞ മാസം. അപ്പോൾ ഈ മാസം കൂടിയോ കുറഞ്ഞോ എന്നറിയാനായിട്ട് ഒന്നുകൂടെ ചെക്ക് ചെയ്യണം എന്നുണ്ടിട്ട് പോയിട്ട് ക്രിയാറ്റിൻ ചെക്ക് ചെയ്യുമ്പോൾ അത് 1.6 കാണിക്കുന്നു എന്നുള്ളതായിരിക്കട്ടെ. അപ്പം നോക്കുമ്പോൾ എന്നാ, അവിടെ നോർമൽ റേഞ്ച് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇമ്പോർട്ടൻറ്റ് 1.5 ഉള്ളത് 1.6 ആയെന്ന് പറഞ്ഞാൽ അയ്യോ കൂടി, അങ്ങനെയല്ല. ഇത് എത്ര നോർമൽ റേഞ്ചിൽ എത്രയാണെന്നാണ് അറിയേണ്ടത്. അതായത് ഫോർ എക്സാമ്പിൾ ചില ലാബുകളിൽ 0.7 തൊട്ട് 1.1 വരെ നോർമൽ റേഞ്ച് ഉണ്ട്. അതിൽ 1.5 എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലാണ്. അതേപോലെ തന്നെ ചില ലാബുകളിൽ 0.8 തൊട്ട് 1.2 വരെ, ചിലതിനകത്ത് 0.8 തൊട്ട് 1.4 വരെ. അപ്പോൾ എൻ്റെ ക്ലിനിക്കൽ ലാബുകളിലൊക്കെ 1.4 വരെയാണ്. അതേപോലെ ചിലതിനകത്ത് 1.5 വരെയുണ്ട് നോർമൽ റേഞ്ച്. അപ്പോൾ ഈ പറയുന്ന ഒരു തവണ നമ്മൾ ഏത് ലാബിലാണോ ടെസ്റ്റ് ചെയ്തത്, അത് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ലാബാണെന്നുണ്ടെങ്കിൽ അവിടെ തന്നെ രണ്ടാമത് ചെക്ക് ചെയ്തിട്ടേ കാര്യമുള്ളൂ. അല്ലാതെ വേറൊരു സ്ഥലത്ത് പോയിട്ട് ചെക്ക് ചെയ്തിട്ട് അയ്യോ കൂടി, അയ്യോ കുറഞ്ഞു എന്ന് പറയാനില്ല. കാരണം പലർക്കും പല നോർമൽ റേഞ്ചാണ്. ഇപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ടെസ്റ്റ് ചെയ്തത് തൈറോയ്ഡ് ആൻറ്റിബോഡീസാണ്. തൈറോയ്ഡ് ആൻറ്റിബോഡീസ് 4 വരെയുള്ള നോർമൽ റേഞ്ച് ഉണ്ട്, 9 ഉണ്ട്, 15 ഉണ്ട്, 24 ഉണ്ട്, 40 ഉണ്ട്, 60 ഉണ്ട്, 115 ഉണ്ട്. ഇങ്ങനെ പല ടൈപ്പ് ഉണ്ട്. ഇതിനകത്ത് കൂടിയോ കുറഞ്ഞോ നോക്കിക്കൊണ്ടിരിക്കുന്നതല്ല. ഒരിടത്ത് ചെയ്താൽ അവിടെ തന്നെ രണ്ടാമത് ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതേപോലെ ഒരു ടെസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു വെച്ചാൽ അയ്യോ കൂടുതൽ അങ്ങനെയൊന്നുമില്ല. നമുക്കൊരു സംശയം, അയ്യോ ഷുഗർ കൂടുതലാണല്ലോ എന്ന് ഇതാണെങ്കിൽ ഓക്കെ, നമ്മൾ വേറൊരു സ്ഥലത്തും കൂടെ ചെക്ക് ചെയ്ത് നോക്കണം. പലപ്പോഴും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഷുഗറിൻ്റെ ടെസ്റ്റിൽ തന്നെ നോർമൽ റേഞ്ച് വേറെയാണ്. അതായത് 70 to 110 വരെ നോർമൽ റേഞ്ച് ഉള്ളതുണ്ട്. അതേപോലെ തന്നെ 80 to 120 വരെ ഉള്ളതുണ്ട്, 90 to 126 വരെ ഉള്ളതുണ്ട്. അങ്ങനെ പല നോർമൽ റേഞ്ചിൽ കിടക്കുന്നതാണ്. അപ്പം 90 to 126 വരെ ഉള്ളതിനകത്ത് 120 വരെ ഉള്ളതെങ്കിൽ നോർമലാണ്, കുഴപ്പമില്ല. പക്ഷേ 70 to 110 നോർമൽ റേഞ്ചിൽ 120 വരുവാണെങ്കിൽ ഹൈ ആണ്. അപ്പം നമ്മൾ അറിയേണ്ടത് ഏത് ലാബിൽ ഏത് നോർമൽ റേഞ്ച് വെച്ചിട്ട് നമ്മുടെ എത്രയാണ് എന്നുള്ളതാണ് നമുക്ക് മെയിനായിട്ട് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് കണ്ണടച്ച് ബ്ലഡ് റിപ്പോർട്ട് കണ്ട ഉടനെ അയ്യോ കൂടുതലാണ്, അയ്യോ കുറഞ്ഞു പോയി എന്നുള്ളത് നോക്കാനേ പാടില്ല. അതിന് കറക്റ്റായിട്ട്, അതായത് ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഡോക്ടേഴ്സിനാണ് ഇത് അറിയുന്നത്. ഇനിയിപ്പോൾ ഡോക്ടറെ കാണിച്ച് ക്യൂ നിന്ന് വെയിറ്റ് ചെയ്ത് കണ്ടു വരുമ്പോഴത്തേനും ഒരു ദിവസം പോക്കാണ്. അപ്പോൾ നമുക്ക് തന്നെ എടുത്ത് നോക്കാനുള്ള കാര്യങ്ങളേ ഉള്ളൂ. അപ്പം പലപ്പോഴും സംഭവിക്കുന്നത് ഇതിനകത്ത് മിസ്റ്റേക്ക് സംഭവിക്കും. അതായത് ചിലപ്പം നമ്മൾ ബ്ലഡ് എടുക്കുന്ന സമയങ്ങളിൽ നമ്മൾ എന്താ പറയുക, ലാബ് ടെക്നീഷ്യൻസിൻ്റെ ഭാഗമായിട്ട് മിസ്റ്റേക്ക് വരാം. അല്ലെന്നുണ്ടെങ്കിൽ സെൻട്രിഫ്യൂജ് ചെയ്തിട്ട് അത് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന ഭാഗത്തിൽ മിസ്റ്റേക്ക് വരാം. അത് ഇവിടുന്ന് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഭാഗത്തിൽ മിസ്റ്റേക്ക് വരാം. പല കാരണങ്ങൾ കൊണ്ട് ഇതിനകത്ത് നമുക്ക് റിസൾട്ടിന് വേരിയേഷൻ വരാം. ഇനിയും ചെയ്യുന്ന മെഷീൻസ് പ്രോപ്പറായിട്ട് ക്വാളിറ്റി കൺട്രോൾ നോക്കിയില്ലെങ്കിൽ അതിനകത്ത് മിസ്റ്റേക്ക് വരാം. അപ്പം ഒരു റിപ്പോർട്ടും വെച്ചുകൊണ്ട് എൻ്റെ ജീവിതം പോയി എന്നുള്ളത് പറയുന്നത് ശരിയല്ല. ഇപ്പോൾ അതേപോലെ തന്നെ സ്കാനിങ്, അതായത് നമ്മുടെ അൾട്രാസൗണ്ട് സ്കാനിങ് ഉണ്ട്, CT ഉണ്ട്, MRI ഉണ്ട്, പലതരം രീതിയിലുള്ള സ്കാനിങ്ങുകൾ നമുക്ക് അവൈലബിൾ ആണ്.
അപ്പം ഈ അങ്ങനെ അവൈലബിൾ എന്ന് പറഞ്ഞ ഉടനെ ഒരു റിപ്പോർട്ട് കണ്ടു, അയ്യോ പ്രശ്നം, അതായത് MRI ചെയ്തു, എൻ്റെ L4 L5 ആകെ പ്രശ്നമാണ് ഡോക്ടറെ, എൻ്റെ ഡിസ്കിന് പ്രശ്നമെന്ന് പറഞ്ഞാൽ L4 L5 പ്രശ്നമില്ലാത്ത ആൾക്കാർ ആരും കാണത്തില്ല. കാരണം ഭൂരിഭാഗം ആൾക്കാർക്ക് ആ ഒരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ എല്ലാവർക്കും നടുവേദന വരണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പം എപ്പോഴും അറിയേണ്ടത് ഒരു റിപ്പോർട്ട് എന്ന് പറയുമ്പം നമ്മൾ അതിൻ്റെ ക്ലാരിറ്റിയോടുകൂടി മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ അതിനൊരു നമുക്കൊരു എന്താ പറയുക ക്ലാരിറ്റി വരത്തുള്ളൂ. ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ റിപ്പോർട്ട് പിടിച്ചുകൊണ്ട് ഡോക്ടറെ അടുത്ത് പോകും. ആ ഡോക്ടർ ഇത് സർജറി വേണമല്ലോ എന്ന രീതിയിൽ പറയും, അയ്യോ ദൈവമേ സർജറിയോ, ഞങ്ങളെ പൈസ ഇല്ല എന്നൊക്കെ പറഞ്ഞേച്ച് ഈ ട്രാക്കിൽ ഭൂരിഭാഗം സമയം പോകാറുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ കണ്ടതിൽ ഞാൻ വളരെ കോമൺ ആയിട്ട് കണ്ടേക്കുന്നത് വെച്ചാൽ ഈ പാക്കേജുകൾ, ബ്ലഡ് ടെസ്റ്റുകളുടെയും പാക്കേജുകളൊക്കെ ചെയ്ത് വെച്ച് പല ആളുകളുടെയും അവരുടെ വലിയ കുഴപ്പമില്ലെങ്കിലും ബ്ലഡിൽ വലിയ വേരിയേഷൻ വന്നു എന്ന് പറഞ്ഞു വെച്ചാൽ മരുന്ന് തുടങ്ങുന്ന ഒത്തിരിയേറെ കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ അറ്റ്ലീസ്റ്റ് നമ്മളിപ്പോൾ ഷുഗർ തുടങ്ങി ഓക്കെ, അതിനിപ്പോൾ നമ്മൾ ആ ഒരു രീതിയിലുള്ള സാഹചര്യം വന്നു, ഷുഗർ ഉണ്ടായി, ഉടനെ നമ്മൾ മരുന്നെടുക്കുക എന്നുള്ളതല്ല. ഒരു മാസം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ക്രമീകരണം ചെയ്യാൻ പറ്റുമോ, അതേപോലെ തന്നെ സാധാരണ രീതിയിലുള്ള വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന മരുന്നുകളോ ചികിത്സകളോ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ മസിൽ ഡെവലപ്പ് ചെയ്ത് വെച്ച് മസിൽ സ്ട്രെങ്തനിങ് ആക്കിയിട്ട് ഷുഗർ കുറയ്ക്കാനുള്ള വഴികളോ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ പലതരം എക്സസൈസുകൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അന്നേരം നമുക്കൊരു 300 ഉള്ളതിന് 150 കുറയ്ക്കാൻ പറ്റുവാണെങ്കിൽ, എന്നിട്ട് നമ്മളൊരു ഡോക്ടറെ അടുത്തോ ആശുപത്രിയിൽ പോവുകയാണെങ്കിൽ ആ 150ൻ്റെ ലെവലിലുള്ള മരുന്ന് തരും. അല്ലെങ്കിൽ ഒരു സുപ്രഭാതം നോക്കുമ്പോൾ അയ്യോ 350, ഉടനെ ഓടിയിട്ട് ആശുപത്രിയിൽ പോകുമ്പോൾ ഹൈ ആണല്ലോ, എന്നാൽ ഇൻസുലിൻ തുടങ്ങിയേക്കാം എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ ഇൻസുലിൻ എടുക്കുന്ന രീതി ഭയങ്കര കൂടുതലാണെന്ന് പറഞ്ഞു. കാരണം നമ്മൾ അവിടെ ശ്രമിക്കുന്ന പോലുമില്ല. അതുകൊണ്ട് ലാബ് ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ കണ്ണടച്ച് അങ്ങനെ അയ്യോ എന്ന രീതിയിൽ ഒരു ആവശ്യവുമില്ല. ചില കാര്യങ്ങൾ നമ്മൾ അതിനകത്ത് കാണിക്കുക, അപ്പം നമ്മളത് വീണ്ടും കൺഫേം ചെയ്താൽ മതി എന്നുള്ളതേ ഉള്ളൂ. ചില സാഹചര്യങ്ങളിൽ ചില കൗണ്ട് വളരെ കൂടുതലായിട്ട് കാണിക്കും. അപ്പം അങ്ങനെ കാണിക്കുന്ന സമയങ്ങളിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ചെറിയ വേരിയേഷൻസ് വന്നിട്ടുണ്ട്, അത് നമ്മൾ ഒന്ന് ഓർഡർ ആക്കിയിട്ട് ഒന്നുകൂടെ ചെയ്ത് നോക്കണം. എന്നിട്ടും വേരിയേഷൻ ഉണ്ടെങ്കിൽ നമുക്കൊരു മരുന്നോ ചികിത്സയ്ക്ക് പോകാൻ പറ്റും. കാരണം എന്ന് വെച്ചാൽ പല സാഹചര്യങ്ങളും ജീവിതശൈലി രോഗങ്ങളായിരിക്കും വരുന്നത്. ഈ ജീവിതശൈലി രോഗങ്ങൾക്ക് ജീവിതശൈലി മാറ്റാതെ മരുന്ന് മാത്രം എടുത്തിട്ട് കാര്യം വരുന്നില്ല. അങ്ങനെ മരുന്ന് മാത്രം എടുത്തിട്ട് വരുന്ന ബുദ്ധിമുട്ടുകളാണ്. ഷുഗറിന് മരുന്ന് എടുക്കുന്നവരുണ്ട്, എടുത്തോട്ടെ കുഴപ്പമില്ല. പക്ഷേ ഷുഗറിന് മരുന്ന് എടുക്കുന്നവർക്ക് ഷുഗർ മാത്രമേ കൺട്രോൾ നിൽക്കത്തുള്ളൂ. കാലിൻ്റെ പുകച്ചിൽ, മരവിപ്പ്, ഉദാഹരണ പ്രശ്നങ്ങൾ, കാഴ്ച മങ്ങി വരുന്നത്, കൈയും കാലും ശോഷിക്കുന്നത്, ബ്ലോക്ക് ഉണ്ടാകുന്നത്, അറ്റാക്ക് വരുന്നത്, സ്ട്രോക്ക് വരുന്നത്, മൂത്രത്തിൽ പതയുണ്ടാകുന്ന എല്ലാ പ്രശ്നം കാണിക്കും. ഷുഗർ മാത്രം കൺട്രോൾ. കാരണം എന്താ, ബാക്കി ഒരു കാര്യങ്ങളിലും മാറ്റം വരുത്താതെ മരുന്ന് മാത്രം ഫോക്കസ് ചെയ്യുന്നതുകൊണ്ടാണ്. തൈറോയിഡിൻ്റെ ഇതിൽ അയ്യോ TSH കൂടി, ഉടനെ നമ്മൾ തൈറോയിഡ് എടുക്കുന്നു. എടുത്തു കഴിഞ്ഞേച്ച് നമ്മൾ നോക്കുന്ന സമയങ്ങളിൽ എന്താണെന്ന് പറഞ്ഞാൽ ഓക്കെ, ക്ഷീണവും ബുദ്ധിമുട്ടും കുറച്ച് കുറഞ്ഞു, പക്ഷേ 80% അവിടെ കിടക്കുകയാണ്. മുടി കൊഴിച്ചിലുണ്ട്, വെയിറ്റ് കൂടുതലുണ്ട്, സ്കിന്നിൻ്റെ പ്രശ്നമുണ്ട്, അലർജി പ്രശ്നങ്ങളുണ്ട്, ദഹന പ്രശ്നങ്ങളുണ്ട്, വേദനകളുണ്ട്, നീർക്കെട്ടുണ്ട്, പീരിയഡ്സ് ഇറഗുലാരിറ്റി ഉണ്ട്, പല പ്രശ്നങ്ങളും കിടക്കുകയാണ്. പക്ഷേ TSH നോർമലായിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ ഇൻറ്റേർണൽ റിപ്പയറിംഗ് ആണ് മെയിനായിട്ട് ആവശ്യമുള്ളത്. നമ്മൾ ഏതൊരു ലാബ് ടെസ്റ്റ് ചെയ്യുമ്പോഴും നമ്മളിപ്പോൾ ടെസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ട് TSH നോർമലാണെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? നമ്മുടെ ബുദ്ധിമുട്ട് മാറുന്നില്ലല്ലോ. ബുദ്ധിമുട്ട് മാറണം എന്നുണ്ടെങ്കിൽ മരുന്ന് മാത്രമല്ല, അതിനകത്ത് നമുക്ക് ജീവിതശൈലി മാറ്റങ്ങളാണ് മെയിനായിട്ട് വേണ്ടത്. എപ്പോഴും അത് ഞാൻ പല വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. അത് നെക്സ്റ്റ് വീഡിയോകളിൽ ഞാൻ പറയാം എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അതിന് കുഴപ്പമില്ല. ഞാൻ ഈ വീഡിയോ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ഒരു റിപ്പോർട്ട് മാത്രം വെച്ചുകൊണ്ട് നമ്മൾ ഒരു രോഗം കൺഫേം ചെയ്യാൻ പാടില്ല. അതിന് ഫർദറായിട്ട് പലപ്പോഴും നമ്മൾ സർജറി ചെയ്യുന്നത്, അതായത് തൈറോയിഡിൻ്റെ സ്കാൻ ചെയ്തു, അയ്യോ ക്യാൻസറിന് സാധ്യത കാണും, ഇപ്പോഴല്ല ഭാവിയിലേക്ക്, ഇപ്പം തന്നെ സർജറി ചെയ്തു എന്ന് പറഞ്ഞ് എത്ര പേരാണ് ഇവിടെ വന്നിട്ടുള്ളതെന്നറിയോ? അയ്യോ ഡോക്ടറെ മുഴയാന്ന് പറഞ്ഞ് സർജറി ചെയ്തു. അപ്പോൾ ഞാൻ ചോദിച്ചാൽ പഴയ റിപ്പോർട്ടൊന്ന് കാണിക്കാവോ? അതിനകത്ത് അതായത് മുഴയുടെ സൈസ് വെച്ച് നോക്കുമ്പോൾ അതിനകത്ത് FNAC ചെയ്ത് നോക്കിയിട്ടില്ല, ബയോപ്സി നോക്കിയിട്ടില്ല, ഒരു കാര്യവും ചെയ്യാതെ ഡയറക്റ്റായിട്ട് നമ്മൾ സർജറി ചെയ്ത് പോയ ഒത്തിരിയേറെ സാഹചര്യങ്ങളുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും ഒരു സർജറി ചെയ്യുന്നതിന് മുമ്പ് കൺഫേം ചെയ്യണം, ഇത് ക്യാൻസറസ് ആണോ, ഓക്കെ ആണെങ്കിൽ. അല്ലെങ്കിൽ സാധ്യത എന്ന് പറയുന്നത് ഇനി 20 കൊല്ലം കഴിഞ്ഞിട്ട് സാധ്യതയല്ല, നമുക്ക് ഓക്കെ ഏകദേശമായി എന്നുള്ള രീതിയിലാണെന്നുണ്ടെങ്കിലാണ് നമ്മൾ ചെയ്യണം. അല്ലാതെ എന്തോരം വഴികൾ ഇതുണ്ട്. നമ്മളൊരു അവയവം കളയുന്നത് എന്ത് എളുപ്പമാണ്. ഒരു ഗോൾ ബ്ലാഡർ സ്റ്റോൺ വന്നു, ഉടനെ അടുത്ത് സർജറി 5 mm ആയിരുന്നു, ഓക്കെ 5 mm സർജറി ചെയ്യേണ്ട ആവശ്യമില്ല. 3 mm സർജറി ചെയ്യുന്ന വളരെ ചെറിയ ഗോൾ ബ്ലാഡർ സ്റ്റോണിനൊക്കെ സർജറി ചെയ്യുന്ന രീതികളുണ്ട്. അതായത് അവർക്ക് തീരെ ദഹന പ്രശ്നങ്ങളാണ്, അല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയുക ഭയങ്കരമായിട്ട് വയറുവേദനയാണ്, മോഷണ ബുദ്ധിമുട്ടാണ്, ഓക്കെ അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ ശരിയാണ്. അതേപോലെ യൂട്രസിലെ ഫൈബ്രോയിഡിൻ്റെ കാര്യങ്ങളിൽ ബ്ലീഡിങ് ആണ്, പ്രശ്നങ്ങളാണ് എന്ന് പറഞ്ഞ് യൂട്രസ് തന്നെ റിമൂവ് ചെയ്ത് കളയുന്ന രീതിയിലുള്ള പല സാഹചര്യങ്ങളും ഞാൻ കണ്ടേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ തൈറോയിഡിനെ പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്തിട്ട് അത് കൺട്രോളായിട്ട് വരുമ്പം, അല്ലെങ്കിൽ ചില സാഹചര്യങ്ങളിൽ തൈറോയിഡിൻ്റെ സർജറി ചെയ്യേണ്ടി വരും. സർജറി ചെയ്തതിന് ശേഷം പീരിയഡ്സ് നോർമലാണ്, അവിടെ മുഴയുണ്ട്, എല്ലാ കാര്യങ്ങളും നേരത്തെ ഉള്ള പോലെ തന്നെയുണ്ട്, യാതൊരു മാറ്റവും ഇല്ല. തൈറോയിഡിൻ്റെ വേരിയേഷൻസ് ക്ലിയർ ആകുമ്പോഴത്തേനും ബ്ലീഡിങ് കുറയാറുണ്ട്.
ഇപ്പോൾ ഒരു ഫൈബ്രോയിഡ് സൈസ് ഒരു 5-ൻ്റെ മുകളിലോട്ടാണ് വരുന്നതെങ്കിൽ നമ്മൾ പറയാം സർജറി ചെയ്തു, അതായിരിക്കും നല്ലത്, വേറെ അത് എളുപ്പത്തിലൊന്നും കുറയാൻ പോകുന്നില്ല എന്നുള്ള രീതിയിൽ. പക്ഷേ ഇത് 2-3 സെൻറ്റിമീറ്റർ വലുപ്പത്തിൽ തന്നെ ബ്ലീഡിങ് തുടങ്ങുകയാണ്. അങ്ങനെയുള്ളപ്പോൾ സഡനായിട്ട് നമ്മൾ നോക്കുന്നത് എന്തുവാ, തൈറോയ്ഡ് ഉണ്ടോ എന്നാണ് നോക്കുന്നത്. കാരണം അവിടെ വേരിയേഷൻ വന്നോ, ആൻറ്റിബോഡീസ് കൂടിയോ, തൈറോയിഡൈറ്റിസ് ആയോ, അപ്പം ഹോർമോണൽ വേരിയേഷൻ വന്നോ, ഉടനെ ഇവിടെ ബ്ലീഡിങ് പ്രശ്നം തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് പറയുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു റിപ്പോർട്ട് കണ്ടു എന്ന് പറഞ്ഞാൽ ഉടനെ പോയി സർജറി ചെയ്യുമോ, ഉടനെ പോയിട്ടൊരു ചികിത്സയോ മരുന്നോ ചെയ്യുന്നതിന് മുമ്പ് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ, ഓക്കെ ഇങ്ങനൊരു കാര്യമുണ്ട്, ഇതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഭക്ഷണ ക്രമീകരണം എന്ത് ചെയ്യാൻ പറ്റും, ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് എന്ത് ചെയ്യാൻ പറ്റും, എന്തൊക്കെ സപ്ലിമെൻറ്റ്സ് നമുക്ക് എടുക്കാൻ പറ്റും, എന്തൊക്കെയാണ് നമ്മൾ മാറ്റി നിർത്തേണ്ടത്, ഒഴിവാക്കേണ്ടത്. കാരണം പലപ്പോഴും സർജറിക്ക് ശേഷവും പ്രശ്നം സെയിം ആയിരിക്കും. അപ്പോൾ ചിലർ പറയുന്നത് എൻ്റെ ഡോക്ടറെ എൻ്റെ തൈറോയിഡിന് ആ പ്രശ്നം എന്ന് പറഞ്ഞേച്ച് എനിക്ക് ഭയങ്കര ക്ഷീണവും ബുദ്ധിമുട്ടായിരുന്നു, വേദനകളുമായിരുന്നു, അതുകൊണ്ട് തൈറോയിഡ് സ്കാൻ ചെയ്തപ്പോൾ മുഴയുണ്ടായിരുന്നു, തൈറോയിഡ് എടുത്ത് കളഞ്ഞു. ഓക്കെ, എന്നിട്ട് അത് ക്ഷീണവും വേദനയും ബുദ്ധിമുട്ടും നീർക്കിട്ടല്ല അതേപോലെ ഉണ്ട്, പക്ഷേ തൈറോയ്ഡ് പോയി. അപ്പം പറയുന്നത് വെച്ചാൽ ഇന്നതിൻ്റെ കാരണം ഇന്നതാന്ന് പറഞ്ഞാൽ അതെടുത്ത് കളയുക എന്നുള്ളതല്ല. എപ്പോഴും നമ്മൾ ടെസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഉടനെ അത് 2-3 ഒപ്പീനിയൻ എടുത്ത് നോക്കണം. ഇതിനകത്ത് ഏത് രീതിയാണ്, എല്ലാം ഒരാളെ ഒരേ കാറ്റഗറിയിലുള്ള രീതി തന്നെ കാണിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ എല്ലാവരും ഒരേപോലെ പറയുള്ളൂ, എടുത്ത് കളഞ്ഞു എന്നുള്ളത്. അപ്പോൾ അങ്ങനെ തൊട്ടനും പിടിച്ചതിനൊക്കെ എടുത്ത് കളഞ്ഞു. അവയവ സംരക്ഷണമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ എല്ലാവരും പ്രൊമോട്ട് ചെയ്യുന്ന അവയവ ദാനം ചെയ്യാൻ. ഓക്കെ, ദാനം ചെയ്ത് അത് ദാനം ചെയ്ത് ചേട്ടാ ഉള്ള അവയവത്തിന് രക്ഷപ്പെടുത്തിയിട്ട് വേണ്ടേ ബാക്കിയുള്ള കാര്യം ചെയ്യാനായിട്ട്. ഒരു തൻ്റെതല്ലാത്തത് ഒരു തെറ്റിൻ്റെ ഭാഗമായിട്ട് ഒരു അവയവത്തിന് ഡാമേജ് പറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെയാണ്. ഇത് ഇവിടെ കുടിച്ച് ഉള്ള ലിവർ മൊത്തം കളഞ്ഞേച്ച് അയ്യോ എനിക്കൊരു ലിവർ തരണേ എന്ന് പറയുന്നതിനോട് ഇതില്ല. കാരണം അന്നേരം നമ്മൾ ഓക്കെ ലിവറിന് പുറകെ ഓടും, ശരിയാണ്, അത് തെറ്റല്ല. പക്ഷേ അത് കൊടുക്കാനായിട്ട് ചിലപ്പം ഭാര്യയോ മക്കളോ ആരെങ്കിലുമൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യും, അതും തെറ്റല്ല. പക്ഷേ ഉള്ള അവയവങ്ങളെ രക്ഷപ്പെടുത്താം. അതുകൊണ്ടാണ് പറയുന്നത് വെറുതെ ഒരു അൾട്രാസൗണ്ട് സ്കാൻ ചെയ്ത് നോക്കിയിട്ട് ഓക്കെ ഫാറ്റ് ലിവർ ഗ്രേഡ് 2 ആണ്, കുഴപ്പമില്ല, അങ്ങനെ കുഴപ്പമില്ലെന്ന് പറഞ്ഞിരിക്കരുത്. ആരെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അതിനെക്കുറിച്ച് ബേസിക് നോളജ് പോലും ഇല്ല എന്നുള്ളതാണ്. കാരണം ഫാറ്റ് ലിവർ എന്ന് പറയുന്ന കണ്ടീഷൻ്റെ ഭാഗമായിട്ടാണ് തൈറോയിഡിൻ്റെ ബുദ്ധിമുട്ടുകളും യൂട്രസിലെ മുഴയും ഓവറിലെ സിസ്റ്റും പ്രമേഹവും വെയിറ്റ് കൂടുന്നതും ബ്ലോക്കുകൾ ഉണ്ടാകുന്നതും ബ്രസ്റ്റിലെ മുഴകൾ ഉണ്ടാകുന്നത് എല്ലാം ഉണ്ടാകുന്നത്. ഇതാണ് അതിൻ്റെ ബേസ്. അപ്പോൾ ഈ പറയുന്ന കാര്യത്തിന് അപ്പോൾ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്ത് കുഴപ്പമില്ലെന്നല്ല, അങ്ങനെ ഒരു കണ്ടീഷനുണ്ട്. ഇപ്പം ഗ്രേഡ് 1 ഫാറ്റ് ലിവർ മതി. ഗ്രേഡ് 1 ഫാറ്റ് ലിവർ ഉണ്ടെങ്കിലും അവരുടെ മുഖത്ത് പാടുകൾ, വെയിറ്റ് കൂടുന്നത്, ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ടുകൾ, ശരീരം ഇരുണ്ട് വരുന്നത്, വയറ് ചാടുന്നത്, ഇങ്ങനെയുള്ള പല രീതിയിലുള്ള കാര്യങ്ങൾ, പ്രമേഹം അങ്ങനെ ഉണ്ടെങ്കിൽ അവർ ലിവർ എലസ്റ്റോഗ്രാഫി എന്ന് പറയുന്ന ഫൈബ്രോ സ്കാനാണ് ചെയ്ത് നോക്കേണ്ടത്. അല്ലാതെ അൾട്രാസൗണ്ട് സ്കാൻ നോക്കിയിട്ട് കുഴപ്പമില്ലെന്ന് പറയുന്ന സ്ഥലങ്ങളിൽ പോകരുത്. കാരണം എന്ന് വെച്ചാൽ അവർ രക്ഷപ്പെടുത്താൻ നോക്കുന്നില്ല, അവരത് ഫർദർ എന്താ പറയുക, കുറച്ചുകൂടെ ആവട്ടെ ഇനി നമുക്ക് ലിവർ എടുത്ത് മാറ്റാം എന്ന രീതി പോകും. അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ലല്ലോ. ഇവിടെ ഗ്രേഡ് 1 ഫാറ്റ് ലിവർ ഉള്ളവർക്ക് ഇവിടെ സീറോസിസ് വരും. കാരണം രണ്ട് ട്രാക്കിൽ കിടക്കുന്ന സാധനങ്ങളാണ്. സീറോസിസ് ലിവറിൻ്റെ കോശങ്ങൾ ചുരുങ്ങുന്നത്, മറ്റേത് ലിവറിനകത്ത് കൊഴുപ്പടിഞ്ഞും കൂടി വലുതാകുന്നത്. അപ്പോൾ ഈ രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ ഒരു ലാബ് ടെസ്റ്റിലും അതേപോലെ സ്കാനിങ്ങിലൊക്കെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ടെസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 50 ടെസ്റ്റോ 100 ടെസ്റ്റൊക്കെ ചെയ്തിട്ട് യാതൊരു കാര്യമില്ല. ബേസിക്കായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആർക്കും ഒരു കുഴപ്പവും തോന്നുന്നില്ല. ഇപ്പം നമ്മളെപ്പോഴും നമ്മുടെ ക്ലിനിക്കിൽ വരുമ്പോൾ നമ്മൾ പറയുന്നത് ആകെ 4-5 ടെസ്റ്റ് കൊടുക്കും. കാരണം അതിനകത്ത് സാധനം കിട്ടും. അല്ല ചുമ്മാ കുറേ കാര്യങ്ങൾ ചെയ്യേണ്ട ഒരു ആവശ്യവും ഇതിനകത്ത് വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ജോൺ മെനിൻസിലൊക്കെ നമ്മൾ എപ്പോഴും ഡോക്ടേഴ്സിനോട് ഞാൻ ട്രെയിനിങ് കൊടുക്കും പറയുന്നൊരു കാര്യമാണ്, നിങ്ങൾ ഒരു വ്യക്തിയുടെ നോർമൽ റേഞ്ച് എന്ന് പറയുന്നത്, നോർമൽ എന്ന് പറഞ്ഞാൽ കറക്റ്റ് നോർമൽ ആയിരിക്കണം. അതിൽ അപ്പർ ബോർഡറിലേക്ക് വരുവാണെങ്കിൽ അവരുടെ ക്ലിയർ ആയിട്ട് പറയണം, ഇത്ര നാൾ കൊണ്ട് നിങ്ങൾക്ക് തൈറോയ്ഡ് വരും. അതായത് 0.5 തൊട്ട് 5.5 വരെ നോർമൽ റേഞ്ചാണ്. ഒരു 3.5 ക്രോസ് ആകുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് തൈറോയ്ഡ് ടെൻഡൻസി ആയി, അതിനകത്ത് ഇനി വലിയ നോക്കേണ്ട ആവശ്യമില്ല. 5.5 ഉള്ള ആൾക്ക് 4 വന്നു, കുഴപ്പമില്ല, നോർമൽ റേഞ്ച്. അങ്ങനെയൊന്നും അല്ല, നോർമൽ റേഞ്ചൊക്കെ തന്നെയാണ്, പക്ഷേ എത്രയും പെട്ടെന്നാവും. അതുകൊണ്ട് അതിനെന്ത് ചെയ്യണം? അപ്പം സിങ്ക്, സെലേനിയം, അതേപോലെ അയൺ, ഇരുമ്പ് സത്ത് പ്രോപ്പറായിട്ട് സപ്ലൈ ചെയ്യണം ബോഡിയിലേക്ക്. ഫിസിക്കൽ ആക്ടിവിറ്റി വേണം, മസിൽ സ്ട്രെങ്തനിങ് ആയിട്ടുള്ള കാര്യങ്ങൾ വേണം, ഗ്ലൂട്ടൻ ലാക്ടോസ് അവോയ്ഡ് ചെയ്യണം. കുറേ കാര്യങ്ങൾ അതിനകത്ത് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നതാണ്. അല്ലാതെ വന്നതിന് ശേഷം ഷുഗറിൻ്റെ അളവ് 70 to 110 ആണ്, 100 എബോ കാണിക്കുന്നു, 110 ഉള്ളിലാണ് കാണിക്കുന്നതെങ്കിൽ എത്രയും പെട്ടെന്ന് അവർക്ക് തുടങ്ങാൻ പോവുകയാണ് ഷുഗർ. അപ്പോഴേ നമ്മൾ വാർണിംഗ് കൊടുക്കണം. അല്ലാതെ 110 മുകളിൽ 120 130 വരുന്നതെന്ന് പറഞ്ഞാൽ അവസാനമേ കാണിക്കത്തുള്ളൂ ബ്ലഡ് ടെസ്റ്റിലൊക്കെ ആയിട്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മനസ്സിലാകണം ഏത് ടെസ്റ്റ് ചെയ്താലാണ് നമുക്ക് ആദ്യം തന്നെ എൻ്റെ അപ്പനും അമ്മയ്ക്കും അപ്പനോ കിഡ്നി പ്രശ്നമുണ്ട്, എൻ്റെ ചേട്ടനുണ്ടായിരുന്നു, എനിക്ക് സാധ്യതയുണ്ടോ? ഞാൻ ബാക്കിയുള്ള കിഡ്നി ഫംഗ്ഷനൊക്കെ നോക്കി. കിഡ്നി ഫംഗ്ഷൻ നോക്കിയാലൊന്നും കിഡ്നിയുടെ സാധ്യത മനസ്സിലാകത്തില്ല. കിഡ്നിയുടെ പ്രശ്നം മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ സിസ്റ്റാറ്റിൻ സി, GFR ആ ട്രാക്കിൽ നോക്കിയെങ്കിൽ മാത്രമേ എത്ര നാൾ കൊണ്ട് വരും, അല്ലെങ്കിൽ വരുമോ ഇല്ലയോ എല്ലാ കാര്യങ്ങളും
ക്ലിയർ ആയിട്ട് കിട്ടും. അപ്പോഴാണ് പറഞ്ഞത് നിസ്സാരമായിട്ട് നമ്മൾ പോയിട്ടൊരു പാക്കേജ് ചെയ്തിട്ട് 10-30 ടെസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. ചെയ്യേണ്ട കാര്യങ്ങൾ ഇപ്പം വന്ന് ക്ലിയർ ആയിട്ട് സംസാരിച്ച് കഴിയുമ്പോൾ ഓക്കെ എൻ്റെ പ്രശ്നം ഇന്നതാണ്, ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് പറയുവാണെങ്കിൽ നമുക്ക് ഓക്കെ. എന്നാൽ പിന്നെ നിങ്ങൾ ഈ 4 ടെസ്റ്റ് മാത്രം ചെയ്താൽ മതി. നിങ്ങൾ വേറെ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യേണ്ട, നിങ്ങൾ ലിവർ എലസ്റ്റോഗ്രഫിയാണ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് പറഞ്ഞു കൊടുത്ത് ചെയ്യിക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് ബ്ലഡ് ടെസ്റ്റോ സ്കാനിങ്ങോ എന്തോ ആയിക്കോട്ടെ, ചുമ്മാതെ പാക്കേജ് ഉണ്ടെന്ന് പറഞ്ഞ് ചെയ്യുന്നതിനേക്കാളും നല്ലത് പ്രോപ്പറായിട്ട് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് അതിന് വേണ്ടിയിട്ട് മാത്രമായിട്ട്. കാരണം അല്ലെങ്കിൽ എല്ലാം നോർമലായിരിക്കും, നമുക്കെല്ലാം പ്രശ്നമായിരിക്കും. അല്ലാതെ നമുക്ക് ക്ലിയർ ആയിട്ട് ഇപ്പോൾ ഏതുണ്ട്, ഇനി ഏതൊക്കെ വരാൻ പോകുന്നു, എത്ര നാളുകളായിട്ടുണ്ട് എന്നുള്ളതെല്ലാം നമുക്ക് അഡ്വാൻസ്ഡ് ടെസ്റ്റുകളിലൂടെ കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ്. അപ്പം ഏകദേശം ടെസ്റ്റുകളെക്കുറിച്ചൊരു ധാരണ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.